നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചതിന് പിന്നാലെ വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തും ശാസ്തമംഗലത്ത് നിന്നും വിജയിച്ച കൗൺസിലർ ആർ. ശ്രീലേഖയും തമ്മിലുള്ള യുദ്ധം അത് നമ്മൾ കണ്ടതാണ്. ആദ്യം ഓഫീസ് വിഷയത്തിലായിരുന്നു, ഇപ്പോഴും വിഷയത്തിൽ തന്നെയാണ്. അതായത് ശാസ്തമംഗലത്ത് കൗൺസിലർമാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഓഫീസ് മുറി, ആ ഓഫീസ് മുറിയിൽ മുൻപുണ്ടായിരുന്ന ഭരണസമിതിയുടെ പിൻബലത്തിൽ, അതായത് സ്വന്തം പാർട്ടിക്കാരൊക്കെയായിരുന്നു ആ കൗൺസിലിൽ ഭൂരിപക്ഷം, അതിൻ്റെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കൗൺസിലറുടെ ഓഫീസ് എം.എൽ.എ. തട്ടിയെടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് ഈ ഒരു സൂപ്പർ മേയറായി പ്രവർത്തിക്കുക എന്നതാണ് വി.കെ. പ്രശാന്ത് ഇത്രയും കാലം ചെയ്തത്. അതായത് ശാസ്തമംഗലത്ത് ഒരു LDF കൗൺസിലർ ഉള്ളപ്പോഴാണ് ശാസ്തമംഗലത്തെ കൗൺസിലറുടെ ഓഫീസിലേക്ക് പ്രശാന്ത് എം.എൽ.എ. നുഴഞ്ഞു കയറുന്നത്. അവിടെ 100 സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമേ എടുക്കാനായി കൗൺസിലിൻ്റെ അനുമതിയുള്ളൂ. പക്ഷേ 300 സ്ക്വയർ ഫീറ്റ്, അതായത് അനുവദിച്ചതിലും 3 ഇരട്ടിയിലേറെ സ്ഥലം എടുത്തുകൊണ്ടാണ് വി.കെ. പ്രശാന്ത് അവിടെ പ്രവർത്തിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് ശ്രീലേഖ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് ഒഴിഞ്ഞു തരണം, അത് കൗൺസിലറുടെ ഓഫീസാണ്, കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ കുറച്ചുകൂടി സ്ഥലം ആവശ്യമുണ്ട്, കൗൺസിലറുടെ രേഖകളും ഡോക്യുമെൻ്റ് എല്ലാം ഇപ്പോൾ ശുചിമുറിയിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഓഫീസ് ഒഴിഞ്ഞു തരണം എന്നൊരു അഭ്യർത്ഥന ശ്രീലേഖ നടത്തുന്നു. അതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ പ്രശാന്ത് ശ്രമിക്കുന്നു. പക്ഷേ അത് ചീറ്റിപ്പോകുന്നു. 872 രൂപ വാടക എന്നത് നാട്ടുകാരറിയുന്നു. പ്രശാന്തിൻ്റെ കള്ളത്തരം ഒന്നാകെ പൊളിയുന്നു. അത് കൗൺസിലറുടെ ഓഫീസാണ്, MLA-യുടെ ഓഫീസല്ല എന്ന വസ്തുത പുറത്തു വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടി വി.കെ. പ്രശാന്തിന് ഈ വിവാദം കൊണ്ടുണ്ടായി. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു വിവാദത്തിന് ശ്രമിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, MLA-യുടെ ഓഫീസ് അനാവശ്യമായി നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതി അന്വേഷിക്കാനായി DGP-യെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. ഇത് ഓലപ്പാമ്പാണ് എന്നാണ്, ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടതില്ല എന്നാണ് ശ്രീലേഖയുടെ ഇപ്പോഴത്തെ നിലപാട്. മാത്രമല്ല അവർ ശ്രീലേഖ എന്ന പേര്, നെയിം ബോർഡ്, കൗൺസിലറുടെ നെയിം ബോർഡ് പ്രശാന്ത് MLA-യുടെ നെയിം ബോർഡിന് മുകളിലായി വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് ഇപ്പോൾ കുരുപൊട്ടുന്നുണ്ട്. അതായത് വി.കെ. പ്രശാന്ത് MLA, അദ്ദേഹം ഒരു MLA ആണ്, അതുകൊണ്ട് തന്നെ കൗൺസിലറേക്കാൾ പ്രോട്ടോക്കോളിൽ ഉയർന്ന സ്ഥാനമാണ്. അതുകൊണ്ട് വി.കെ. പ്രശാന്ത് എന്നെഴുതിയിരിക്കുന്ന ബോർഡിന് മുകളിൽ പരുന്ത് പോലും പറക്കാൻ പാടില്ല എന്നാണ് കമ്മികളുടെ പുതിയ ചട്ടം വരുന്നത്. എന്തായാലും ഈ തൻ്റെ ഓഫീസ് കയ്യേറി ദാർഢ്യം പൂർവം അവിടെ തുടരുന്ന MLA-ക്കെതിരെ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം കൂടിയായി മാറുകയാണ് കൗൺസിലറുടെ, നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന നെയിം ബോർഡ്. അതായത് ഈ നെയിം ബോർഡിന് തൊട്ട് മുകളിലായി ആർ. ശ്രീലേഖ കൗൺസിലർ എന്ന് എഴുതിയിട്ടുള്ള, വാർഡ് കൗൺസിലർ എന്ന് എഴുതിയിട്ടുള്ള വളരെ നല്ലൊരു ബോർഡ് വി.കെ. പ്രശാന്ത് MLA-യുടെ ബോർഡിന് മുകളിൽ തൂക്കിക്കൊണ്ടാണ് ശ്രീലേഖ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയായാലും MLA ആയാലും തനിക്കെതിരെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തിയാൽ ജനാധിപത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുമെന്ന സന്ദേശമാണ് ഈ ബോർഡ് വെപ്പിലൂടെ ശ്രീലേഖ നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇത് വെറുതെ ഒരു കൗൺസിലറും MLA-യും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, ഇത് വെറുതെ 2 രാഷ്ട്രീയ പാർട്ടികളിലെ ജനപ്രതിനിധികൾ തമ്മിലുള്ള പോരാട്ടമല്ല, ഇത് തീർച്ചയായും വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് കേരളത്തിൽ ഏറ്റവും ചൂടുള്ള, കേരളത്തിൽ ഏറ്റവും അതിഭയാനകമായ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വി.കെ. പ്രശാന്ത് തന്നെ മത്സരിക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയായി ആർ. ശ്രീലേഖയും അവിടെ മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നാളെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പോകുന്ന 2 രാഷ്ട്രീയക്കാർ തമ്മിലാണ് ഇപ്പോൾ പോരാട്ടം ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരും ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് വളരെ നേരത്തെ തന്നെ 2 സ്ഥാനാർത്ഥികളും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. വി.കെ. പ്രശാന്തിനെ വീണ്ടും അവിടെ നിയോഗിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കുക, നിലനിർത്തുക എന്ന തന്ത്രമാണ് CPM പയറ്റുന്നത്. പക്ഷേ CPM തന്ത്രത്തിന് ഒരു വലിയ തിരിച്ചടിയുള്ളത് വട്ടിയൂർക്കാവിലുള്ള ജനവികാരമാണ്. അതായത് ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് ഇതിനോടകം തന്നെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് 2 തവണ
MLA ആയിരുന്ന VK പ്രശാന്ത് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളുടെ ആകെ വോട്ട് പരിശോധിച്ചാൽ മണ്ഡലത്തിൽ CPM-നേക്കാളും വളരെ വളരെ മുന്നിലാണ് BJP. ആ മണ്ഡലത്തിൽ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. R. ശ്രീലേഖ അതിലൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. അതുകൊണ്ട് തന്നെ R. ശ്രീലേഖ പ്രശാന്തിനെതിരെ മത്സരിച്ചാൽ തീർച്ചയായും CPIM-ന്റെ അടിത്തറ ഇളകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. വട്ടിയൂർക്കാവ് മണ്ഡലം BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ട്. CPM-നെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരം ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തന്നെ വലിയ പോര് തുടങ്ങിയിരിക്കുന്നു. CPIM-ഉം BJP-യും തമ്മിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇനി മത്സരം കനക്കും. വളരെ ചൂടേറിയ മത്സരമായിരിക്കും നടക്കാൻ പോവുക എന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ മര്യാദയില്ലാതെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തെ വലിയ രാഷ്ട്രീയ വിഷയമാക്കിയ പ്രശാന്തിന് അതേ രാഷ്ട്രീയം കൊണ്ട് തന്നെ മറുപടി പറയുകയാണ് ഇപ്പോൾ R. ശ്രീലേഖ. അത് വെറുതെ ഒരു കൗൺസിലറും MLA-യും തമ്മിലുള്ള വിഷയമാകുന്നില്ല. മറിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടത്താൻ പോകുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള രാഷ്ട്രീയ മത്സരം എന്ന രീതിയിലാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഈ വിവാദങ്ങൾ പുകയുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.